ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. ഇതായിട്ട് 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. പേജ് ഓഫ് സോർഡ്സ്. Three of Wands. Four of Wands. Ace of Cups. Knight of Pentacles. The Hermit. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫുൾ കാർഡാണ് ഒന്ന് വന്നത്. നമ്മുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പം നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ വന്നതാണ് ഇവിടെ ഫുൾ കാർഡ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വിശ്വാസമാണ്. യൂണിവേഴ്സിന് ഒരുപാട് വിശ്വാസം. പെട്ടെന്നൊരു സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായതാണ്. പെട്ടെന്നൊരു ബോധമുണ്ടായി. എന്നിട്ട് വിചാരിക്കുകയാണ്, ഒന്നുമില്ലെങ്കിലും എനിക്ക് യൂണിവേഴ്സ് കൂട്ടിനുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിലൊരു തുടക്കം കുറിക്കുന്ന എനർജിയാണ്. എല്ലാ കാര്യങ്ങളിലും സന്തോഷമായിട്ട് മാനസികമായ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ആരെയും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തയ്യാറാവുന്നു, ഒറ്റയ്ക്കൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ സഹായമൊന്നും ഇനി വേണ്ട. മറ്റുള്ളവരൊക്കെ, ഞാൻ ഒരുപാട് പേരെ സഹായിച്ചു, മറ്റുള്ളവരുടെ സഹായമൊന്നും ഇനി എനിക്ക് വേണ്ട, ഞാൻ അതിൽ നിന്നും കുറേയൊക്കെ വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വയം തീരുമാനിക്കുകയാണ്. എന്നിട്ട് യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ട് പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അതായത് യുക്തിബോധമാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഉള്ളിൽ ഇതുവരെ നിങ്ങൾ ചിലപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമോഷൻസിന് അടിമപ്പെട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് വളരെയധികം യുക്തി ഉപയോഗിച്ച് പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പുതിയ ചില കാര്യങ്ങൾ വേണ്ടി തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ ഒരു യാത്രയാവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നതാവാം. ഇനി അതുമല്ല എങ്കിലും എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാം. ഇനി എന്തെങ്കിലും ചിലപ്പോൾ ബിസിനസ്സുകൾ തുടങ്ങാനാവാം, യാത്രകളാവാം. എന്തായാലും ശരി, നിങ്ങൾ ഇവിടെ ഒരു പുതിയ തുടക്കം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്ന് വിദേശത്ത് പോകാനായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നവരുടെ എനർജി ആവാം. ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാകാം. എന്തോ ഒരു പുതിയ തുടക്കം.
നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു തുടക്കമായിരിക്കണം ഇവിടെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങളത് തീരുമാനിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ശത്രുത എല്ലാം മാറിയിട്ട്, ഉള്ളിലുള്ള ശത്രുത മാറ്റിക്കൊണ്ട് പുതിയ സ്നേഹത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് പിരിഞ്ഞിരിക്കുന്നവർ സ്നേഹം കൂടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് സിൻസിയർ ലവ് ആണ്. അപ്പോൾ ആ സിൻസിയർ ലവ് എത്രമാത്രം നിലനിൽക്കുന്നിടത്തോളം ഇഷ്ടമുള്ള ആ കൂട്ടുകാരനെ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അതാണ് കാണുന്നത്. ഫ്രണ്ട്ഷിപ്പാണ്, കൂടുതലായിട്ടും ഫ്രണ്ട്ഷിപ്പാണ്. ഇത് കുറച്ച് നാളുകൾ കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാവാം. അവിടെ ഒരു വിള്ളൽ വീണിട്ടുണ്ടാവാം. വീണ്ടും ആ ശത്രുതകളെ വീണ്ടും മാറ്റിക്കൊണ്ട്, എനിക്ക് ഈ ഒരു ഫ്രണ്ട് ഇല്ലാതെ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടമാണ്, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം വരുന്നില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ വീണ്ടും മുന്നോട്ട് കണ്ടുമുട്ടുന്ന എനർജിയാണ്, ഗിഫ്റ്റുകൾ കൈമാറുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ നോ കോണ്ടാക്റ്റിലെങ്ങനെ ആണെങ്കിൽ ആ ഒരു സിൻസിയർ ലവ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് വീണ്ടും തിരിച്ചു വരാനോ കൂടിച്ചേരാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു മാറ്റം, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അടുത്തായിട്ട് 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇന്ന് ഇവിടെ അത്യാവശ്യമുള്ള പെന്റക്കിൾ ഉണ്ട്, ഇതുകൊണ്ടൊക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാവാം. ഇവിടെ കണ്ടില്ലേ? ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമാണ്, കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത് എന്നുള്ള ചിന്തയിൽ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കയ്യിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചിന്തകളിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ചെലവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും വരിക തന്നെ ചെയ്യും. കാരണം ഇവിടെ പ്രത്യാശയുണ്ട്, ഇവിടെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഷൈൻ ചെയ്ത് പോകാം മുന്നോട്ട്. അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ ഉള്ളത് കൊണ്ട് വെച്ചിട്ട് ഇനി ഇത് എന്ത് ചെയ്യും, ഇത് ചെലവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ചക്രമല്ലേ, പൈസക്ക് എന്താണ് പണ്ടുള്ളവർ പറയുന്നത്, ചക്രം അത് ഉരുണ്ടുരുണ്ട് പോകാനുള്ളതാണ് അല്ലേ? ചക്രം മുന്നോട്ട് കറങ്ങി കറങ്ങി പോകാനുള്ളതാണ്, മറ്റൊരു വഴിയിലൂടെ തിരികെ എത്തുകയും ചെയ്യും, അതിനുള്ളതാണ്. അപ്പോ ഇവിടെ പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ ആക്ഷൻ എടുക്കണം മുന്നോട്ട്, അങ്ങനെ വിചാരിക്കുന്ന എനർജിയാണ്. മറ്റുള്ളവരെ വാച്ച് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്, എന്നിരുന്നാൽ കൂടെ എനിക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം. കുറച്ച് മാനസികമായ ധൈര്യം വിടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി ധൈര്യമായിട്ട് ഇരിക്കാൻ പോകുന്നു, കുറച്ചുകൂടി എന്തോ ഒരു ആത്മവിശ്വാസം വന്നതുപോലെയുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് നിമിത്തം എന്തൊക്കെയോ പഠിക്കാനുള്ള ശ്രമം ഉണ്ടാവാം, പഠിച്ചിട്ട് മുന്നേറണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, അതിനായിട്ട് ചില പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുന്നതാവാം, അല്ലെങ്കിൽ കയ്യിലുള്ളതൊക്കെ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് വളരെ നല്ല കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് പോകാനും തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ എനിക്ക് മറികടക്കണം എന്നുള്ള ചിന്തയാണ് ആദ്യം തന്നെ ഉള്ളത്. അങ്ങനെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ മറികടക്കണം എന്ന് കരുതിക്കൊണ്ട് നല്ലതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ മുന്നോട്ട് വരൂ, ഇന്ന് തുടങ്ങാം. പല കാര്യങ്ങളും പലരും വിചാരിക്കും ഇന്ന് തുടങ്ങാം അല്ലെങ്കിൽ നാളെ തുടങ്ങാം, അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് അങ്ങ് തുടങ്ങിക്കോളൂ, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് പതിയെ പതിയെ കിട്ടിക്കോളും. ദൈവത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു തുടക്കമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു പ്രോഗ്രസ് വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് വാൻഡ്സിന്റെ എനർജി എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്ന ആകാംക്ഷയോടുകൂടി മുന്നോട്ട് കടക്കാനുള്ള ആഗ്രഹമാണ് ഇവിടെ. ചിലപ്പോൾ ഒരു രാജ്യത്തേക്ക് പോകാനാവാം, പഠിക്കാനാവാം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ളതാവാം. എന്തായാലും ഇവിടെ എല്ലാം റെഡിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് കടക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി, എനിക്ക് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, അത്രയ്ക്കും ആവേശമാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത് വിചാരിച്ചിട്ടുണ്ടാവണം.
ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ്ങുകളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ക്ഷമയുണ്ടാവാം, നല്ലതുപോലെ പല കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. മനസ്സിനെ കൂടുതലായിട്ട് ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരിക, സ്ട്രോങ് ആവുക എന്ന് പറയുമല്ലോ നമ്മൾ. പവർഫുള്ളായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. എവിടെയെങ്കിലും പോകണം, അത് ഇതുവരെ കൂട്ടം കൂടി പോയിട്ടുണ്ടാവാം, ഇനിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിവൈനിൽ കൂടുതലായിട്ട് വിശ്വാസം അർപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. എങ്ങനെ സന്തോഷിക്കുമെന്നാണ്, നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിശ്രമം നിങ്ങൾക്ക് സക്സസിലേക്ക് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത് കുറച്ച് ഒത്തിരി നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളെ മുന്നോട്ട് വരുത്തുന്നു ഒരു ഡിവൈൻ എനർജി. അതാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഉണ്ടാവുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. പുതിയ വീട് വാങ്ങിക്കാനാവാം, പുതിയ വാഹനം വാങ്ങിക്കാനാവാം, വിവാഹം നടക്കാനാവാം, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ സാധിക്കുന്നു നിങ്ങളുടെ സന്തോഷകരമായ കാര്യങ്ങൾക്ക്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടാനാവാം, ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നതാവാം. ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് സന്തോഷിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ഒരു പുതിയ പ്രണയം തുടങ്ങുകയാണ്. കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു പുതിയ പ്രണയം തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഇവിടെ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നേരത്തെ തന്നെ ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ചിലപ്പോൾ ആ വ്യക്തിയോട് നിങ്ങളത് തുറന്നു പറയാനുള്ള സാഹചര്യമാവാം, അല്ലെങ്കിൽ അവരോടൊരു പ്രണയം തുടങ്ങാനാവാം. ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രണയം തുടങ്ങാനാവാം. ഒരു പ്രണയത്തിന്റെ തുടക്കമാണ്, ആരംഭമാണ് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും പുതിയ വിവാഹ ആലോചനകൾ വരാനും അത് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ള സാഹചര്യമാണെന്നാണ് കാണുന്നത്. ഇവിടെ നല്ല ദൈവികമായ സ്നേഹമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവികമായ സ്നേഹമാണ് ഈ ഒരു പ്രണയത്തിന് എന്ന് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം, മനസ്സിലായി. അത്ര ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന. ഇനി ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഇനിയും പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല, മറ്റേതെങ്കിലും കാര്യത്തിനും ആവാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ടോ, അതിലേക്ക് ഒരു പുതിയ തുടക്കം ആയിരിക്കണം. മനസ്സിലായോ? ഇനി അടുത്തായിട്ട് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കിന്ന് നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള എനർജിയാണ്. ആരെങ്കിലും നിങ്ങളെ സാമ്പത്തികം തന്ന് സഹായിക്കാനുള്ള എനർജി ഉണ്ട് ഇന്നിവിടെ. അതുമല്ല എങ്കിൽ നിങ്ങൾ പല മാർഗങ്ങൾ അന്വേഷിക്കുകയാണ്. സാമ്പത്തികം നേടാനുള്ള പല മാർഗങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം. അന്യനാടുകളിലേക്ക് ജോലിക്ക് പോകുന്നതാവാം, അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. ചിലപ്പോൾ മിലിറ്ററിയിൽ ചേരാനാവാം. അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ ജോലി ചെയ്യാനും ഉള്ള എനർജിയാണ് കൂടുതൽ. നൈറ്റല്ലേ വന്നിരിക്കുന്നത്. നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പടയാളിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പുതിയ ചില ജോലികളിലേക്കും മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനുമുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും യാത്രയ്ക്ക് പുറപ്പെടാം, അതുമല്ല എങ്കിൽ മറ്റു പല ജോലികളിലേക്കും പുറപ്പെടുന്ന എനർജി ആവാം. സാമ്പത്തികം കൂടുതലായിട്ട് കിട്ടുന്ന എനർജിയും ഉണ്ട്. മനസ്സിലായോ? ഇത് പതുക്കെയായാലും നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഇത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ സ്ലോലിയാണ് ഇതിന്റെ ആക്ഷൻ നടക്കുന്നതെങ്കിലും ഷുവറായിട്ട് നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളോട് പതുക്കെ ആയിരിക്കാം നിങ്ങളുടെ തീരുമാനവും ചലനങ്ങളും ഒക്കെ പതുക്കെ ആവാം. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് എന്തായാലും അത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ആവേശമുണ്ട്, അത് നേടിയെടുക്കണം എന്നുള്ള ആവേശം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ പിന്നെ അത് നേടിയെടുക്കാതെ പറ്റില്ലല്ലോ, അത് ലഭിക്കാതെ പറ്റില്ല, അത് ലഭിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റിന്റെ എനർജിയാണ്. കാരണം ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നുമുള്ള ആ ഒരു എനർജിയിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ആവാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ഷൻ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
മനസ്സിലായി. അതുവഴി മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും, ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർ ചിലപ്പോൾ ഇന്ന് ആരെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. മനസ്സിലായി. മെഡിറ്റേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലായി കാണും. അതുവഴി നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ ഒരു എനർജിയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ. വേറെ സംതിങ് ബെറ്റർ, കണ്ടില്ലേ? ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ബെറ്ററായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറത്തായിട്ട് എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് അതിനായിട്ട് അങ്ങനെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ വിദേശത്ത് പോവുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ്, നിങ്ങൾക്കൊരു സഹായം മറ്റുള്ളവരിൽ നിന്നും വേണോ, അത് നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികളോട് നിങ്ങൾക്കൊരു സഹായം അഭ്യർത്ഥിക്കാം, അത് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലാക്കി. തന്നെയുമല്ല, നിങ്ങളോടൊപ്പം ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ അടുത്ത സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ചില സന്തോഷ കാര്യങ്ങളൊക്കെ, സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സമയമാണ്. അല്ലെങ്കിൽ ചില സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് സമീപ ഭാവിയിൽ തന്നെ. മനസ്സിലായോ? റിമെയിൻ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിരിക്കൂ എന്ന് പറയുന്നുണ്ട്. റിമെയിൻ പോസിറ്റീവായിട്ട് ഇരിക്കൂ. നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും, സന്തോഷം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.